നമസ്കാരം. നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് രക്ഷയില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിലിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു അടി കൊടുത്തത്. അത് കണ്ട് നാണം കെട്ട് തലകുനിച്ചിരിക്കേണ്ടി വന്നു പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. സഭയിൽ നടന്ന ചോദ്യോത്തരവേളക്കിടയിലായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഒളിയമ്പ്. രാഹുൽ മാങ്കൂട്ടത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇത്, രാഹുൽ മാങ്കൂട്ടത്തെ മാത്രം ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞുള്ള പല സോഷ്യൽ മീഡിയ ട്രോളുകളും ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശിശു ജനന മരണ നിരക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യോത്തരവേള. ആ ചോദ്യത്തിന് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് മന്ത്രി പറഞ്ഞത്. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് സർ, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സർ. ഗർഭസ്ഥ അവസ്ഥയിലുള്ള ശിശു മുതൽ ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സർ ആദ്യത്തെ 1000 പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സർ എന്നാണ് പറഞ്ഞത്. ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ 5.6% കേരളത്തിൽ അത് 5%. വലിയൊരു നേട്ടമാണ് നമ്മൾ നേടിയിട്ടുള്ളത്. ഇതിനെ പറ്റി പറയുന്നതിനിടയിലാണ്, എങ്ങനെയാണ് ആ നേട്ടം നമ്മൾ നേടിയെടുത്തത് എന്നതിനെ പറ്റി പറയുന്നതിനിടയിലാണ്, ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഒരു ഒളിയമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കൊടുത്തത്. അല്ലെങ്കിലും അങ്ങനെ ഒന്ന് കൊടുക്കണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയനെ എടോ പിണറായി വിജയ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒരടി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണകക്ഷി മന്ത്രി MLA? അതുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നേതാക്കളോട്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചെയ്തതിനൊക്കെ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടമേ നീ പറഞ്ഞതിനൊക്കെ നിന്നോട് എണ്ണി ഞങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ ഉത്തരം പറയിക്കും എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പൊ നമ്മളെ കാണിച്ചു തരികയാണ്. നീ സഭയിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സഭയിലിട്ട് നിന്നെ വറുത്ത് പൊരിക്കുമെന്ന് എന്തായാലും ഭരണപക്ഷം കാണിച്ചു തരികയാണ്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ തൊലിയുരിഞ്ഞ് നാണം കെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇരിക്കേണ്ട അവസ്ഥ വന്നു. ഇന്നും മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒളിയമ്പ് തന്നെയാണ്. ഇന്നലെയും രാഹുൽ മാങ്കൂട്ടം തന്നെ നിറഞ്ഞു നിന്നു. ഇന്നും രാഹുൽ മാങ്കൂട്ടം തന്നെ. VD സതീശന് വലിയ വെല്ലുവിളിയും വലിയ ഭീഷണിയുമായി രാഹുൽ മാങ്കൂട്ടം മാറുകയാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം VD സതീശന് കൊടുത്ത ഗംഭീരമായിട്ടുള്ള അടി തന്നെയായിരുന്നല്ലോ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. നീല ഷർട്ടും ധരിച്ച് MLA ബോർഡ് മാറ്റിയ ഇന്നോവ കാറിൽ സഭയിലേക്ക് ഓടിയെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്തിന് ഇതിലും വലിയൊരു പണി കൊടുക്കാനില്ല. 16 മിനിറ്റ് വൈകി രാഹുൽ മാങ്കൂട്ടം എത്തിയപ്പോൾ VD സതീശൻ അടക്കമുള്ള ആളുകൾ ഞെട്ടി. വിലക്ക് ലംഘിച്ച് അങ്ങോട്ടേക്ക് രാഹുൽ മാങ്കൂട്ടം വരണമെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു പിന്തുണ, അതായത് VD സതീശനെ തകർക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗം മുഖ്യമന്ത്രി കുപ്പായമിട്ട ആളുകളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് VD സതീശന് മനസ്സിലായി. ശേഷം രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സതീശത്തിന്റെ സംഘത്തിനുമൊക്കെ ഗംഭീരമായ ഒരു അടിയാണ് രാഹുൽ മാങ്കൂട്ടം കൊടുത്തത്. മാധ്യമങ്ങൾ ഒരുപാട് തവണ ചോദിച്ചു, പുറത്തു വന്നിട്ടുള്ള ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഓഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടേതാണോ എന്ന്, അല്ലെങ്കിൽ നിഷേധിക്കാമോ എന്നും ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയേയില്ല. മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടം കണ്ടു, ശരിയാണ്. പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് ഒരു താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാമായിരുന്നു. അതായത് ആ ഓഡിയോ എന്റെ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഓഡിയോ എന്റെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ക്യാപ്സ്യൂൾ ഇറക്കി പ്രതിപക്ഷത്തിന് സഭയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു. എന്നാൽ ഒരു ഉത്തരവും നൽകാതെ വീണ്ടും VD സതീശനെയും പ്രതിപക്ഷത്തെയും ഈ സഭാ സമ്മേളനത്തിനിടയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. ഇനി അത് എന്റേതല്ല എന്ന് പറഞ്ഞാൽ, എന്നാൽ എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വരും. ഇത് നന്നായി രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തന്ത്രപരമായി ഒഴിഞ്ഞു മാറി. ഇനി രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുമ്പോൾ VD സതീശൻ പ്രതിരോധത്തിലാകും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് നന്നായി അറിയാം. അദ്ദേഹത്തെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് KC വേണുഗോപാലും ഷാഫി പറമ്പിലും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി കുപ്പായം ഇട്ടിരിക്കുകയാണ്. VD സതീശനെ അടിച്ച് താഴെയിട്ടാൽ മാത്രമാണ് KC വേണുഗോപാലിനെ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. പഴയതുപോലെ രാജ്യത്ത് ഇപ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള പിന്തുണയില്ല. പഴയതുപോലെ KC വേണുഗോപാലിന് ദേശീയ തലത്തിൽ വലിയ പിന്തുണയും
വലിയ രീതിയിലുള്ള ആദരവും ബഹുമാനവും ഒന്നും കിട്ടുന്നുമില്ല. കെ.സി. വേണുഗോപാല് കേരളത്തിൽ വന്ന് മത്സരിച്ചപ്പോൾ രാജ്യസഭയിൽ ഒരു സീറ്റ് ബി.ജെ.പിക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോഴും രാജ്യത്തുടനീളം ചർച്ചയാണ്. അതുകൊണ്ട് ഇനി വലിയ ഒരു ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നിലയിലേക്ക് കെ.സി. വേണുഗോപാലിന് ഇന്ത്യ മുന്നണിയിലെ ഒരു നിർണായക ഘടകമായി മാറാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് ഇനി സംസ്ഥാനത്ത് ഒതുങ്ങുക, മുഖ്യമന്ത്രി കുപ്പായമിട്ട് ആ കസേരയിൽ എത്താൻ വേണ്ടി ശ്രമം നടത്തുക, ഇത് മാത്രമാണ് കെ.സിക്ക് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് കെ.സി. വേണുഗോപാലിന്റെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആളുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരസ്യ പിന്തുണ നൽകുന്നുണ്ടെന്നാണ് പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിലുള്ള അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി തള്ളുന്നില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രവുമല്ല, കെ.പി.സി.സി പ്രസിഡന്റും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരോക്ഷമായ പിന്തുണ കൊടുക്കുന്നില്ലേ എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഒറ്റപ്പെടുന്നത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശന് പിന്തുണയില്ലാതായി, വി.ഡി. സതീശൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കാണുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല സൈബർ ആക്രമണങ്ങൾ നടത്തി വി.ഡി. സതീശനെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവിന്റെ പരിവേഷത്തിലേക്ക് വളരാനുള്ള നീക്കം സമൂഹ മാധ്യമങ്ങളിൽ PR ഏജൻസികൾ വെച്ച് നടത്തുന്നുണ്ടെന്ന് പറയാതെ വയ്യ. നമ്മളത് പല പേജുകളിലും രാഹുൽ മാങ്കൂട്ടം സ്തുതികളിലൂടെ മനസ്സിലാക്കുകയാണ്. ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ എടുത്തിട്ടുള്ള നിലപാടിനൊപ്പമാണ് ഞാനും നിൽക്കുന്നത്. വി.ഡി. സതീശൻ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഏറ്റവും കരുത്തുറ്റ നിലപാടാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തള്ളി പറയുന്നു, അയാളുമായി ഒരു രീതിയിലും ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. ആ അധ്യായം അടഞ്ഞ അധ്യായമാണെന്ന് പറയുന്നു. തീർച്ചയായും ഗുരുതരമായ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു പാർട്ടി നേതാവ് സ്വീകരിക്കേണ്ട നയം ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കേണ്ട നയം ഇത് തന്നെയാണ്. എന്നാൽ അതൊന്നും അംഗീകരിച്ച് നൽകാൻ മറ്റു പല നേതാക്കളും തയ്യാറാകുന്നില്ല. വി.ഡി. സതീശൻ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കെട്ടിപ്പടുത്ത് ഉയർത്തി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ പാർട്ടിയെ ഒന്ന് പാകപ്പെടുത്തി കൊണ്ടുവരുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം ഇത് മുഴുവൻ തകർത്തെറിഞ്ഞത്. നിലവിൽ LDFനെതിരെ ഒരു ജനവിരുദ്ധ വികാരം ഇല്ല എങ്കിൽ പോലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയിട്ടുള്ള തലവേദന മൂലം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കൂടുതൽ സീറ്റുകൾ 100 സീറ്റിന് മുകളിൽ കിട്ടുമോ എന്ന ഭയത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ വരെ പറഞ്ഞു തുടങ്ങി. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ തലവേദന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒരു ഇടക്കാലത്തിന് ശേഷം ഗ്രൂപ്പ് കളി വലിയ രീതിയിൽ മുറുകുമ്പോൾ സഭയിൽ കോൺഗ്രസ് ഇങ്ങനെ തകർന്നടിയുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് ഒരു ദുർബലനാണെന്ന് നമ്മൾ പറയുമായിരുന്നെങ്കിലും വി.ഡി. സതീശൻ ശരിക്കും ദുർബലപ്പെട്ട് നിൽക്കുന്ന കാഴ്ച ഇപ്പോൾ കാണുകയാണ്. സ്വന്തം പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും പോലും പിന്തുണയില്ലാതെ അയാൾ ഒറ്റപ്പെടുന്ന കാഴ്ച. രാഷ്ട്രീയ കേരളത്തിൽ ഇതുപോലൊരു കാഴ്ച നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഒരുപക്ഷെ വനവാസത്തിന് തന്നെ നമ്മുടെ വി.ഡി. സതീശൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോകേണ്ടി വരും. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ ഒതുക്കി കളഞ്ഞേക്കും. എന്തായാലും സഭ നടക്കുന്ന ഈ സമയത്ത് വലിയ രീതിയിലുള്ള പല അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഗംഭീരമായിട്ടുള്ള അടിവെച്ചു കൊടുത്തുകൊണ്ട് തന്നെയാകും വി.ഡി. സതീശനെയും സംഘത്തെയും ഇത്തവണത്തെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന സഭയിൽ എന്തായാലും സർക്കാർ നേരിടുക. ഒരേ ഒരു മാർഗം മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ മുമ്പിലുള്ളൂ. ഒന്നല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ സഭ ബഹിഷ്കരിച്ച് സഭയിൽ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങുക. ഇത് രണ്ടുമല്ലാതെ ഈ സഭാ സമ്മേളനത്തെ അതിജീവിക്കാൻ വേറെ വഴിയില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ മാരണം കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.